സ്നേഹം ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്ത ഒരു ജീവജാലങ്ങളും ഈ ഭൂമുഖത്തില്ല. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്ന്? നിങ്ങളുടെ മാതാപിതാക്കളാണോ, അതോ മക്കളാണോ, ജീവിത പങ്കാളിയാണോ, സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആണോ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തൻ്റെ 3 പെൺമക്കളെയും വിവാഹം ചെയ്തയച്ച് തൻ്റെ മരുമക്കളിൽ ആർക്കാണ് തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പരീക്ഷിച്ച ഒരമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൻ്റെ 3 പെൺമക്കളെയും വിവാഹം ചെയ്തയച്ച് സന്തോഷമായി കഴിയവേ അമ്മായിയമ്മയ്ക്ക് ഒരു തോന്നൽ, തൻ്റെ മരുമക്കളിൽ ആർക്കാണ് തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. അത് ഒന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ അമ്മായിയമ്മ തീരുമാനിച്ചു. ഒരു ദിവസം മൂത്ത മരുമകനെയും കൂട്ടി അമ്മായിയമ്മ നടക്കാനിറങ്ങി. നിറഞ്ഞു തുളുമ്പിക്കിടന്ന കുളത്തിന് അരികിലൂടെ നടന്നപ്പോൾ കാൽവഴുതി എന്ന രൂപേണ അമ്മായിയമ്മ കുളത്തിലേക്ക് വീണു. ഒന്നും നോക്കാതെ തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി ആ നിറഞ്ഞു കിടന്ന കുളത്തിലേക്ക് മൂത്ത മരുമകൻ എടുത്തു ചാടി അമ്മായിയമ്മയെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസം മൂത്ത മരുമകൻ്റെ വീട്ടുമുറ്റത്ത് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ കാണപ്പെട്ടു. ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്നേഹപൂർവ്വം അമ്മായിയമ്മ എന്ന ഒരു കുറിപ്പും. മൂത്ത മരുമകന് മനസ്സിലായി അമ്മായിയമ്മയെ താൻ രക്ഷിച്ചതിന് അമ്മായിയമ്മ നൽകിയ സ്നേഹ സമ്മാനമാണ് എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മായിയമ്മ രണ്ടാമത്തെ മരുമകനെയും കൂട്ടി വീണ്ടും നടക്കാനിറങ്ങി. നദിക്കരയിലൂടെ പോകുമ്പോൾ കാൽവഴുതി എന്ന രൂപേണ അമ്മായിയമ്മ നദിയിലേക്ക് എടുത്തു ചാടി. കുത്തൊഴുക്കുള്ള ആ നദിയിലേക്ക് തൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ മരുമകനും എടുത്തു ചാടി അമ്മായിയമ്മയെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസം രണ്ടാമത്തെ മരുമകൻ്റെ വീട്ടുമുറ്റത്തും 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ കാണപ്പെട്ടു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്നേഹപൂർവ്വം അമ്മായിയമ്മ എന്ന കുറിപ്പും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇളയ മരുമകനെയും കൂട്ടി അമ്മായിയമ്മ നടക്കാനിറങ്ങി. നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കടന്നു പോയപ്പോൾ കാൽവഴുതി എന്ന വ്യാജേന അമ്മായിയമ്മ പാലത്തിൽ നിന്നും നദിയിലേക്ക് എടുത്തു ചാടി. പുറകെ ചാടാൻ ഇളയ മരുമകൻ തയ്യാറായില്ല. അങ്ങനെ അമ്മായിയമ്മ പടമായി ചുമരിൽ കയറി. ആഘോഷമായ സഞ്ചയനവും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇളയ മരുമകൻ്റെ വീട്ടുമുറ്റത്ത് 25 ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ കാണപ്പെട്ടു. ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സ്നേഹപൂർവ്വം അമ്മായിയപ്പൻ എന്ന ഒരു കുറിപ്പും. ആരും എൻ്റെ മേലേക്ക് ചാടി കയറണ്ട, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കഥ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കുക.